നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഒരു അപൂർവ വിജയകഥയാണിത്. ഇക്കഴിഞ്ഞ ദിവസം സെമിക്കോൺ ഇന്ത്യ 2025 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, എണ്ണയൊരു കറുത്ത പൊന്നാണ്, എന്നാൽ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഡിജിറ്റൽ വജ്രങ്ങളാണ്. ആഗോള ചിപ്പ് വിപണിയിലേക്ക് ഇന്ത്യയുടെ കടന്നുവരവിനെ കുറിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. $1 ട്രില്യൺ മൂല്യമുള്ള സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം ഒരു പ്രധാന പങ്ക് വഹിക്കാൻ പോകുകയാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ട് എണ്ണയാൽ രൂപപ്പെട്ടതാണ്. ഇപ്പോൾ അതൊരു ചെറിയ ചിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2021 മുതൽ അംഗീകരിച്ച 10 സെമി കണ്ടക്ടർ പദ്ധതികളിലായി $18 ബില്യൺ നിക്ഷേപം നടക്കുന്നു. ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നുവെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ലോകം ഇന്ത്യയിൽ വിശ്വസിക്കുന്നു. ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം ഇപ്പോൾ മുന്നോട്ട് വരുന്നു. സെമി കണ്ടക്ടർ മിഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ ഇതൊരു അപൂർവ ജൈത്രയാത്രയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും ചെറിയ ചിപ്പ് ലോകത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ദിവസം വിദൂരമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ കരുത്തുറ്റതും പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരവുമായ ഒരു സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ തീരുമാനം, ഇത് സമ്പദ് വ്യവസ്ഥയിൽ മാത്രമല്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം വളർത്തും. ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് വിക്രം 3201 എന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഇതൊരു ഡീപ് സ്പേസ് മൈക്രോ ചിപ്പാണ്. ഒരു ഗെയിം ചേഞ്ചർ എന്ന് ഇന്ത്യ ഇതിനെ വിശേഷിപ്പിക്കുന്നു. മിക്കവാറും എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും മൈക്രോ ചിപ്പുകൾ അനിവാര്യമാണ്. തായ്വാൻ, ചൈന, ദക്ഷിണ കൊറിയ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ സെമി കണ്ടക്ടർ ചിപ്പുകൾക്കായി പരസ്പരം മത്സരിക്കുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ പുറത്തിറക്കി. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഡൽഹിയിൽ നടന്ന ഒരു സെമി കണ്ടക്ടർ വ്യവസായ പരിപാടിയിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വിഭാഗം വികസിപ്പിച്ചെടുത്ത സെമി കണ്ടക്ടർ ചിപ്പുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ വന്നിറങ്ങിയ ചടങ്ങ്. മൈക്രോ പ്രോസസ്സറുകളെ ഇന്ത്യൻ ഡിജിറ്റൽ വജ്രങ്ങളെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഡിജിറ്റൽ ആധിപത്യം പുലർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന്. നിങ്ങളുടെ കൈത്തണ്ടയിലെ വാച്ച്, ഗരേജിലെ കാർ മുതൽ ആശുപത്രികളിൽ ജീവൻ രക്ഷിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ വരെ മൈക്രോ ചിപ്പുകളെ ആശ്രയിക്കുന്നു. മിക്കവാറും എല്ലാ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും മൈക്രോ ചിപ്പുകൾ അനിവാര്യമാണ്. തായ്വാൻ, ചൈന, ദക്ഷിണ കൊറിയ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് മൈക്രോ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. പ്രതിരോധ വിഭാഗത്തിന് മൈക്രോ ചിപ്പുകൾ അനിവാര്യമാണ്. എന്നാൽ ഈ മൈക്രോ ചിപ്പുകളിൽ പലവിധ അപകടങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ രഹസ്യാത്മക വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഈ ചിപ്പുകൾ ഒരുപക്ഷെ ഉപയോഗിക്കപ്പെട്ടേക്കാം. പ്രതിരോധ രഹസ്യങ്ങൾ വരെ മറ്റൊരു രാജ്യത്തിൻ്റെ കയ്യിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് $50 ബില്യൺ വിലമതിക്കുന്നതും 2030 ആകുമ്പോഴേക്കും $100 ബില്യൺ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ ഒരു പുതിയ വ്യവസായത്തിന് ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നവീനമായ സെമി കണ്ടക്ടർ മൈക്രോ പ്രോസസ്സർ വ്യവസായത്തിൽ ആഗോള നിക്ഷേപമാണ് ഇന്ത്യ ഇപ്പോൾ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം തയ്യാറാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 10 നിർമ്മാണ സൗകര്യങ്ങളാണ് ഇതിനകം ഇന്ത്യൻ സർക്കാർ രൂപം കൊടുത്തത്. $18 ബില്യൺ നിക്ഷേപം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. മൈക്രോ ചിപ്പുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, പാക്കേജിംഗ് എന്നിവയ്ക്കായി ഒരു സമഗ്ര ആവാസ വ്യവസ്ഥയാണ് കേന്ദ്ര ഭരണകൂടം ഇപ്പോൾ രൂപം കൊടുക്കുന്നത്. ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിച്ച ഒരു ചിപ്പ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഒരു കസ്റ്റം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറുള്ള 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണിത്. ഇതിനർത്ഥം ഒരു സമയം 32 ബിറ്റ് ഡേറ്റ കൈകാര്യം ചെയ്യാൻ ഈ ചിപ്പിന് കഴിയുമെന്നതാണ്. കൂടാതെ വൈവിധ്യമാർന്ന ഓർഡറുകൾ മനസ്സിലാക്കാനും നടപ്പിലാക്കാനും പ്രോഗ്രാം ചെയ്യാനും ഈ ചിപ്പിന് കഴിയും. അതായത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ISA. ഏറെ വിശ്വാസ്യത വേണ്ട നിരവധി മേഖലകളിലേക്കാണ് ഇന്ത്യയുടെ ഈ ചുവടുവയ്പ്. ഉപഗ്രഹങ്ങൾ, എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റങ്ങൾ, വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയിൽ പ്രയോഗമുള്ളതുമായ പ്രോഗ്രാമിംഗ് ഭാഷയ്ക്ക് ഉയർന്ന തലത്തിലുള്ള അനിവാര്യതയാണ് ഇന്ത്യയിൽ. സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ ISRO, വിക്രം സാരാഭായ് സ്പേസ് സെന്ററും സെമി കണ്ടക്ടർ ലബോറട്ടറിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ. ബഹിരാകാശ ദൗത്യങ്ങളിൽ നിയന്ത്രണ പ്രവർത്തനങ്ങളും നാവിഗേഷൻ കഴിവുകളും ഉറപ്പാക്കിയുള്ള ഒരു നിർമ്മാണം.
വിക്ഷേപണ വാഹനങ്ങളുടെ കഠിനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്നിതാ എത്തിയിരിക്കുന്നു. 3.5 വർഷത്തെ ചെറിയ കാലയളവിനുള്ളിൽ ലോകം മുഴുവൻ ഇന്ത്യയെ ആത്മവിശ്വാസത്തോടെ നോക്കുന്ന ഒരു സന്ദർഭം. ഇന്ന് 5 സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം അതിവേഗം ഇന്ത്യയിൽ പുരോഗമിക്കുന്നു. ഒരു യൂണിറ്റിൻ്റെ പൈലറ്റ് ലൈൻ പൂർത്തിയായി. അടുത്ത മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഇവിടെ അവതരിപ്പിച്ചു. കേന്ദ്ര IT മന്ത്രി സെമിക്കോൺ ഇന്ത്യ 2025 പറഞ്ഞ വാക്കുകൾ. തങ്ങൾ നിർമ്മിച്ച ചിപ്പിനെക്കുറിച്ച് ഇസ്രോ വെളിപ്പെടുത്തി. -55 ഡിഗ്രി സെൽഷ്യസ് മുതൽ 125 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള തീവ്രമായ താപനിലയെ നേരിടാൻ ഈ ചിപ്പിന് കഴിയും. 2009 മുതൽ ISRO വിക്ഷേപണ വാഹനങ്ങളുടെ ഏവിയോണിക് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന വിക്രം 1601 മൈക്രോ പ്രോസസ്സറുമായി ഇത് ഏറെ പൊരുത്തപ്പെടുന്നു. 2009 മുതൽ ഇസ്രോ ഉപയോഗിച്ചിരുന്ന 1601 വേരിയന്റിനേക്കാൾ ഏറെ നവീകരിച്ചത്. സർക്കാരിൻ്റെ ആത്മനിർഭർ പദ്ധതിയിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണിത്. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഈ ചിപ്പിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ പുതിയ ചുവടുവയ്പ്പിനെക്കുറിച്ചും ആത്മനിർഭർ ഭാരതിനെക്കുറിച്ചും. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇസ്രോ രൂപകൽപ്പന ചെയ്ത ചിപ്പ് പിന്നീട് സിവിലിയൻ ഉപയോഗത്തിനുള്ള ചിപ്പുകളുടെ രൂപകൽപ്പനയിലേക്ക് നീങ്ങി. ആപ്പിൾ, സാംസങ് പോലുള്ള ഇലക്ട്രോണിക്സ് ഭീമന്മാരും ഇന്ത്യയുടെ GDPയുടെ 5% വരുന്ന $240 ബില്യൺ മൂല്യമുള്ള ഓട്ടോമോട്ടീവ് വ്യവസായത്തിൻ്റെയും ഏകദേശം $18 ബില്യൺ മൂല്യമുള്ള വീട്ടുപകരണങ്ങളെയും ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വ്യവസായത്തിൻ്റെയും ഒരു വലിയ വാണിജ്യ ആവാസ വ്യവസ്ഥയെ ഇനി ഇന്ത്യൻ ചിപ്പുകൾ സ്വാധീനിക്കും. ഇനി നമുക്ക് ചൈനയിൽ നിന്നോ തൈവാനിൽ നിന്നോ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഉയർന്ന നിലവാരമുള്ള ചിപ്പുകൾ പ്രാദേശികമായി ലഭ്യമാക്കാൻ കഴിയും. വിദേശത്ത് നിർമ്മിച്ച് അയക്കുന്നതിന് പകരം ഇവിടെ ഉൽപ്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ മേഖലയിൽ ഗവൺമെന്റ് നിക്ഷേപം ഗണ്യമായി ഇപ്പോൾ വർദ്ധിപ്പിച്ചു. ഇൻഫർമേഷൻ ടെക് ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള നോഡൽ ഏജൻസിയായ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ രാജ്യത്തുടനീളമുള്ള ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി ഇതിനകം $7 ബില്യൺ ചിലവഴിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ നടപടികൾ ഇന്ത്യ തുടങ്ങി. സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും വലിയ മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ജൂലൈയിൽ ടാറ്റ ഇലക്ട്രോണിക്സ് അസമിലെയും ഗുജറാത്തിലെയും പ്ലാന്റുകൾക്കായി ജർമ്മൻ ടെക് ഭീമന്മാരായ റോബർട്ട് ബോഷ് GmbHുമായി $10 ബില്യൺ ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ കരാറിൽ ഒപ്പുവെച്ചു. മെയ് മാസത്തിൽ ഉത്തർപ്രദേശിൽ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റുപകരണങ്ങൾ എന്നിവയ്ക്കായി ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകൾ നിർമ്മിക്കുന്നതിനായി HCLും ഫോക്സ്കോണും തമ്മിൽ $433 മില്യൺ സംരംഭത്തിന് സർക്കാർ അനുമതി നൽകി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്കായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഭാരത സർക്കാർ ശ്രമിക്കുന്നത്. പ്രതിവർഷം 15.8 കോടി ചിപ്പുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഫാക്ടറിക്ക് ഇതിനകം സർക്കാർ അനുമതി നൽകി. ലളിതമായ ആശയം, എന്നാൽ നിക്ഷേപം വളരെ വലുതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സെമി കണ്ടക്ടറുകളുടെയും ചിപ്പുകളുടെയും ഇറക്കുമതി ഇനി കുറയ്ക്കാം. ഇറക്കുമതി ബിൽ കുറയ്ക്കുക, ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ മേഖലയിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്നത്. സെമി കണ്ടക്ടർ ചിപ്പുകൾക്കായി അമേരിക്കയെ ഏറെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് വരും വർഷങ്ങളിൽ കടക്കാമെന്നർത്ഥം. പകർച്ചവ്യാധി മുതലുള്ള ആഗോള തടസ്സങ്ങൾ ആഗോള ഉൽപ്പാദനത്തെ ബാധിക്കുമ്പോൾ ഇവിടെ ഓട്ടോമൊബൈൽ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്കത് തടസ്സമാകും. ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യക്ക് കഴിയും. ഇതെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. 2026 ആകുമ്പോഴേക്കും 3 ലക്ഷത്തിലധികം നേരിട്ടുള്ള പരോക്ഷ തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടും. ഈ മേഖലയിൽ പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഏറെ അനുഗ്രഹമാണ് ഈ വ്യാവസായിക മേഖല. ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് രാസവസ്തുക്കൾ, ധാതുക്കൾ, വാതകങ്ങൾ എന്നിവയാൽ ഇന്ത്യ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ഉൽപ്പാദന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യ ഏറ്റവും അനുയോജ്യ രാജ്യമാണ് എന്ന് ലോകം വിലയിരുത്തുന്നു. ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.